നമസ്കാരം. ഗീതാഞ്ജലിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മലയാളികൾക്ക് അരുമയായ ഗാനങ്ങൾ നൽകിയ ശ്രീ മോഹൻ സിത്താരയുമൊത്തുള്ള ഗീതാഞ്ജലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മലയാളികൾക്ക് നിരവധി ശക്തമായ പ്രമേയങ്ങളും തിരക്കഥകളും ചലച്ചിത്രങ്ങളും ഒക്കെ നൽകിയ ഒരു വളരെ ശക്തനായ ഒരു വ്യക്തിയാണ് ശ്രീ ലോഹിതദാസ് എന്നുള്ളത്. അകാലത്തിൽ അദ്ദേഹം പൊലിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് ശക്തമായ പ്രമേയങ്ങളും സിനിമകളും മലയാളികൾക്ക് കിട്ടിയേനെ. ലോഹിതദാസ് സാറും മോഹൻ സാറും ഒരുമിച്ച് പല ചിത്രങ്ങളിലും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് നിങ്ങൾ തമ്മിൽ വളരെ ശക്തമായ ഒരു ആത്മബന്ധം ഉണ്ട് എന്നറിയാം. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കുവാനും കൂടി നമുക്ക് ഈ വേള പ്രയോജനപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ജോക്കർ എന്നുള്ള സിനിമയിലെ പാട്ടുകളിലേക്ക് വരികയും ചെയ്യാം. എനിക്ക് ലോഹിതൻ ഒരു സിനിമക്കാരനാണെന്ന് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒരു എന്താ പറയുക, സാധാരണക്കാരൻ്റെ ഒരു സ്വഭാവമാണ്. ഉദാഹരണം, ഞാനും ലോഹിതനും പിന്നെ 1-2 ഫ്രണ്ട്സ് കൂടെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവാണ്. അപ്പം ലോഹിതൻ ഭയങ്കര വിശപ്പ്, രാവിലെയാണ്, എനിക്കും ഭയങ്കര വിശപ്പ്, എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ്. അപ്പം വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഇങ്ങനെ കാണും. പുള്ളി അതൊന്നുമില്ല. പുള്ളി നമുക്ക് ഇവിടെ തന്നെ തട്ടുകടയിൽ ഒരു പാവം കക്ഷിയുണ്ട്, ഒരു കാലൊക്കെ ചണച്ചിട്ടുള്ളൊരു കക്ഷി. അവിടെ തലയിലൊക്കെ കെട്ടി പുട്ട് കടല അങ്ങനെ നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വെച്ചാൽ വലിയ ഹോട്ടലിൽ അതൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. ഇങ്ങനത്തെ കൊച്ചു കടയിൽ കുറെ കൂലിപ്പണിക്കാർ തൊട്ടടുത്തിരിപ്പുണ്ട്, ഞങ്ങളും കൂടി ഇരുന്ന് അവരൊക്കെ ആയിട്ട് തമാശ പറഞ്ഞ് ഭക്ഷണം കഴിക്കണം, ആ ഇതുണ്ടല്ലോ. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയത്, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയത്. എത്ര അദ്ദേഹം ഉയർന്നിട്ട് പോലും അദ്ദേഹം സാധാരണക്കാരുടെ ജീവിതം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സാധാരണ ജീവിക്കണ അവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സംസാരത്തിനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ വ്യത്യസ്തം മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഇപ്പോഴും സാധാരണക്കാരനാണ്. ലോഹിതന്റെ കൈ പിടിച്ച് ദൈവം എവിടേക്കൊക്കെ കൊണ്ടെത്തിച്ചു എന്നല്ലാണ്ട് അദ്ദേഹത്തിന്റെ മനസ്സും ശരീരമൊക്കെ ഇവിടെ തന്നെയാണ്. ഒരിക്കലും അദ്ദേഹം വേറെ ചിന്തയിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ജാടയിലേക്കോ അല്ലെങ്കിൽ ഞാൻ വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് അല്ലെങ്കിൽ വലിയൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ലോഹിതനെ എനിക്ക് അത്ര ഇഷ്ടമാണ്. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ ഞാൻ ലോഹിതനോട് സംസാരിക്കാനും പെരുമാറുന്നതും ഒക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സംസാരിക്കുന്നത് പോലും ഞങ്ങൾ ഒരു എൻ്റെ അനിയൻ എന്നുള്ള അവസ്ഥയിലും ലോഹിതൻ എന്നോട്. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ നമ്മൾ തൊട്ടടുത്ത് കാണുന്ന നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും വേറിട്ട ഒരു സിനിമയല്ല. അതെ, നമ്മുടെ ജീവിതമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആണ് അത്. നമ്മൾ ജോക്കർ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അത് ജീവിതം മുഴുവൻ സർക്കസ് കൂടാരത്തിൽ ഹോമിച്ച് കളയുന്ന ഒരു കൂട്ടം ആൾക്കാരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയും വളരെ ഹൃദയസ്പൃക്കായ ഒരു തീമും അതിലെ ഗാനങ്ങളും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. അതെ. പിന്നെ അതുപോലെ ഇതിന്റെ സിറ്റുവേഷൻ, ഇപ്പൊ അതിനകത്തൊരു കണ്ണീർ മഴയത്ത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിന്റെ കഥ പറയുമ്പോൾ, അതിന്റെ സിറ്റുവേഷൻ പറയുമ്പോൾ ലോഹിതന്റെ കണ്ണെന്നൊക്കെ വെള്ളം വന്നു. കാരണം അത്രയും അതിനോട് ഇൻവോൾവ് ആണ്. കാരണം അതിനകത്തുനിന്ന് വെച്ചാൽ ദിലീപ് ചെയ്യുന്ന ക്യാരക്ടർ ബഹദൂർക്ക അച്ഛനാണ്, ദിലീപിന്റെ അച്ഛൻ. അദ്ദേഹം മരിച്ചിട്ട് അപ്പോൾ തന്നെ പുള്ളി ഇതിനകത്ത് സർക്കസ് ചെയ്യുന്ന ഒരവസ്ഥ. ചിരിച്ചുകൊണ്ട് ഉള്ളിൽ കരയുന്ന ഒരു അവസ്ഥ. യൂസഫ് സാറാണ് അതിഗംഭീരമായിട്ടത് എഴുതിയിട്ടുണ്ട്. ഒന്ന് കാണാം അല്ലേ? ആ പാട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ. നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ. ലോകമേ
ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. പകലിൻ പുഞ്ചിരി സൂര്യൻ, രാവിൻ പാൽച്ചിരി ചന്ദ്രൻ. ഓ പകലിൻ പുഞ്ചിരി സൂര്യൻ, രാവിൻ പാൽച്ചിരി ചന്ദ്രൻ. കടലിൻ പുഞ്ചിരി പൊൻതിരമാല, മഞ്ഞിൻ പുഞ്ചിരി പൂവ്. കടലിൻ പുഞ്ചിരി പൊൻതിരമാല, മഞ്ഞിൻ പുഞ്ചിരി പൂവ്. കേഴും മുകിലിൻ മഴവില്ലാലൊരു പുഞ്ചിരിയുണ്ടാക്കി, വർണ്ണ പുഞ്ചിരിയുണ്ടാക്കി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. കഥനം കവിതകളാക്കി, മോഹം നെടുവീർപ്പാക്കി. ഓ കഥനം കവിതകളാക്കി, മോഹം നെടുവീർപ്പാക്കി. മിഴിനീർ പുഴതൻ തീരത്തല്ലോ കളിവീടുണ്ടാക്കി, മിഴിനീർ പുഴതൻ തീരത്തല്ലോ കളിവീടുണ്ടാക്കി. മുറിഞ്ഞ നെഞ്ചിൻ പാഴ്മുളയാലൊരു മുരളികയുണ്ടാക്കി, പാടാൻ മുരളികയുണ്ടാക്കി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി. മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ. ലോകമേ നിൻ ചൊടിയിൽ ചിരി കാണാൻ, കരൾ വീണമീട്ടി പാട്ടുപാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. നമുക്ക് ബഹദൂർ എന്ന അനശ്വര നടനെ ഓർക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ്. മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്ത അനശ്വര നടനെ ഓർക്കാൻ കൂടെയുള്ള ഒരു അവസരമായിട്ടത്. തീർച്ചയായിട്ടും. സംഗീതത്തിന് ദേശമില്ല, ഭാഷയില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മലയാളികളെ സംബന്ധിച്ച് അവർ ഏത് ഭാഷയിലുള്ള ഗാനവും, മലയാളത്തിലുള്ള ഗാനമാകണമെന്നില്ല, തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് മലയാളികൾ തന്നെയാണ്. എന്നാൽ അന്യഭാഷക്കാരെ സംബന്ധിച്ച് അത്രമാത്രം നമ്മുടെ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇവിടെ ഹിറ്റായ ഒരു ട്യൂണ് തമിഴ്നാട്ടിൽ അവിടുത്തെ പ്രേക്ഷകർ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങളുണ്ട് എന്നും നമുക്ക് പറയേണ്ടി വരും ഇതിൽ. ഇപ്പോൾ മോഹൻ സിതാര സാറ് തെലുങ്കിൽ ഇപ്പോൾ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് സമയത്ത് നമ്മുടെ ഭാഷയല്ല, നമ്മുടെ സംസ്കാരമല്ല, മറ്റൊരു സംസ്കാരമാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടെ കമ്പോസിങ്ങിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ കമ്പോസ് ചെയ്യുന്ന അതേ മട്ടിലുള്ള ട്യൂൺസ് ആണോ, അതോ അവിടുത്തെ ഒരു സംസ്കാരം കൂടെ കണ്ടറിഞ്ഞതിന് ശേഷമാണോ കമ്പോസിങ്ങിൽ ഇൻവോൾവ് ആകുന്നത്? അവിടുത്തെ സ്റ്റൈലും ഇവിടുത്തെ സ്റ്റൈലും ഭയങ്കര വ്യത്യാസമുണ്ട്. അവിടെ കംപ്ലീറ്റ് പിന്നെന്താ ഭയങ്കര ഫാസ്റ്റാണ്. പല്ലാവ് സോങ് ആണെങ്കിലും എന്താ അടിപൊളി സോങ് ആയാലും അങ്ങനൊക്കെ ബീറ്റിലാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതുപോലെ പാട്ടിലെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒക്കെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ.
അതുപോലെ എല്ലാത്തിനും ഭയങ്കര ഫാസ്റ്റാണ്. അതിൽ ഓർക്കസ്ട്രേഷനൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം, ഫില്ല് ചെയ്ത് നിൽക്കണം. അതുപോലെ എന്താ ഒരു ശ്വാസം കിട്ടാണ്ട് പാടേണ്ട അവസ്ഥയിൽ ആക്കണം. നമ്മുടെ പോലെ മര്യാദയുള്ള പാട്ടുകൾ അത്ര സ്വീകരിക്കില്ല. അപ്പൊ നമ്മള് പിന്നെ ഞാൻ ഇപ്പം 4-5 പടം അവിടെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതൊക്കെ ഹിറ്റ് എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ട് പോലില്ല. അപ്പോൾ അവിടെയും ഈണത്തെക്കാൾ ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബീറ്റിനും ചടുലമായ ഒരു സംഗീതത്തിനൊക്കെയാണ് അവര് പ്രാധാന്യം. അതെ 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 അതെ. അതിലും ഇപ്പൊ ഒരു 2 സിനിമ അല്ലെങ്കിൽ 3 സിനിമയിലും ഒരു പാട്ടായിരിക്കും ഒരു മെലഡി കിട്ടും നമുക്ക്. എന്നാൽ മലയാളത്തിൽ നേരെ തിരിച്ചു വേണം. മെലഡി കൂടുതലും അടിപൊളി പാട്ട് ഒരെണ്ണം എന്ന് നമ്മൾ പറയാറുണ്ട്. അവരുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. ഭയങ്കര എന്താ പറയാ, ഒരു പ്രത്യേക സ്റ്റൈലാണ്. തെലുങ്കിൽ മാത്രമാണോ അതോ തമിഴിലും? സാറ് തമിഴിൽ ഞാൻ പണ്ട് ഒരു റീ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. അത് പടത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല, വർഷങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ. ഈ തെലുങ്കിൽ എനിക്ക് അവസരം കിട്ടാൻ കാരണം ഞാൻ കമലഹാസൻ അഭിനയിച്ച ഒരു ഫിലിമുണ്ട്, ഒരു എന്താണ്, ചാണക്യൻ. അപ്പൊ അതിന്റെ റീ റെക്കോർഡിങ് കേട്ടിട്ട് ഹൈദരാബാദിൽ നിന്ന്, ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് താമസിച്ചിരുന്നത്, പ്രകാശൻ എന്തോ പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ വന്നു, പിന്നെ പരിചയപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു തെലുങ്ക് ഫിലിം ചെയ്യുന്നുണ്ട്, അപ്പോൾ മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മദ്രാസിലായിരുന്നു എൻ്റെ കമ്പോസിങ്. അതിനകത്ത് AR റഹ്മാൻ എനിക്ക് കീബോർഡ് വായിച്ചത്. പിന്നെ 3 പാട്ട് റഹ്മാൻ ചെയ്തു. പിന്നെ 2-3 വേറെ ഹാരിസ് ജയരാജ് പുള്ളിയാ. അതുപോലെ മണി ശർമ്മയുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടർ, ആ പുള്ളിയും എനിക്ക് കീബോർഡ് വായിച്ചിരുന്നതാണ്. ശരി ശരി. അപ്പോൾ തെലുങ്കിൽ എന്തു ഭംഗി നിന്നെ കാണാൻ, എൻ്റെ ഓമലാളെ അതുപോലുള്ള ഒരു പാട്ട് തെലുങ്കിൽ ഉണ്ടാവില്ല അല്ലെ? അതുപോലെ മൂഡിലുള്ളൊരു പാട്ട് സാധ്യത കുറവാണ്. പക്ഷെ ചില നല്ല പടങ്ങൾ വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ മെലഡികളായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനത്തെ പടം കിട്ടിയിട്ടില്ല എന്നുള്ളത്. നമുക്ക് ഈ പാട്ടിലേക്ക് ഒന്ന് കടക്കാം. ആ എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമലാളെ, ആ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ ആ ഓമലാളുടെ ഭംഗി മുഴുവൻ ആ ഒരു വരിയിലെ ട്യൂണിലും വരിയിലും തന്നെ കൊണ്ടിട്ടുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ആ പാട്ടിലേക്ക് ഒന്ന്